ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. With silent dignity, suffer them. Because you know they are not going to be permanent. They will go away. के लो बुझने का नाम ले, ऐसा गीत वो सुना दे कि हर एक युग उनका ही नाम ले. ഇന്ന് സ്വാമി ചിന്മയാനന്ദ സരസ്വതിയുടെ 33-ാം സമാധി ദിനം. ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കാം, എന്നാൽ അദ്ദേഹം പകർന്ന അറിവും ആത്മീയ സന്ദേശവും കാലാതീതമായി നിലനിൽക്കും. അത്തരമൊരു മഹാത്മാവായിരുന്നു സ്വാമി ചിന്മയാനന്ദ. അദ്ദേഹത്തിന്റെ സമാധി ദിനം ഒരു സ്മരണാദിനം മാത്രമല്ല, ആത്മജ്ഞാനത്തിന്റെയും സേവനത്തിന്റെയും പാതയിലേക്ക് നമ്മെ വീണ്ടും ക്ഷണിക്കുന്ന ദിനം കൂടിയാണ്. 1916 എറണാകുളം ജില്ലയിൽ ജനിച്ച അദ്ദേഹം പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതം ആരംഭിച്ചു. ആത്മീയതയെ അടുത്തറിയാനുള്ള അന്വേഷണമാണ് അദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് നയിച്ചത്. അവിടെ മഹാന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും വേദാന്തം അഭ്യസിച്ച അദ്ദേഹം സ്വാമി ചിന്മയാനന്ദയായി ലോകമറിയുന്ന ആത്മീയ ആചാര്യനായി മാറി. 1953 സ്ഥാപിതമായ ചിന്മയ മിഷനിലൂടെ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും സാധാരണ ജനങ്ങളിലേക്ക് ലളിതമായ ഭാഷയിലെത്തിക്കാൻ അദ്ദേഹം ജീവിതം സമർപ്പിച്ചു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നൂറുകണക്കിന് ജ്ഞാനയജ്ഞങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ആത്മീയ ബോധവും പകർന്നു. പരമാത്മാവിനെ അറിയുക, മനുഷ്യനെ സ്നേഹിക്കുക, സമൂഹത്തെ സേവിക്കുക എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാതലായിരുന്നു. വിദ്യാഭ്യാസം, സംസ്കാരം, സേവനം എന്നീ മേഖലകളിൽ ചിന്മയ മിഷൻ ഇന്നും അദ്ദേഹത്തിന്റെ ദർശനം ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1993 ആഗസ്റ്റ് 3 സ്വാമി ചിന്മയാനന്ദ മഹാസമാധിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും ചിന്തകളും ഇന്നും അനേകം ഹൃദയങ്ങൾക്ക് ആത്മീയ ദീപമായി പ്രകാശിക്കുന്നു. ഈ സമാധി ദിനത്തിൽ സ്വാമി ചിന്മയാനന്ദയെ ആദരവോടെ സ്മരിക്കുമ്പോൾ ജ്ഞാനത്തിലൂടെ ജീവിതത്തെ ഉയർത്തുകയും സേവനത്തിലൂടെ സമൂഹത്തെ സമ്പന്നമാക്കുകയും ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അതാണ് ഈ മഹാഗുരുവിന് നാം അർപ്പിക്കുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital.